ഇന്നലെ എസ് പി അടക്കമുള്ളവർ റിപ്പോർട്ടറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ റിപ്പോർട്ടറാണോ എന്ന് മറ്റു ചില ചാനലുകളോട് ചോദിച്ചു. ഒരർത്ഥത്തിൽ ഞങ്ങളതൊരു അംഗീകാരമായി തന്നെയാണ് കാണുന്നത് സാർ. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഒരു സിസ്റ്റം ഉണരുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ നിൽക്കുകയും എസ് ആർ എന്ന് പറഞ്ഞു നിൽക്കാൻ നമുക്ക് കഴിയില്ല. വലിയ പ്രതിസന്ധികൾക്കുള്ളിൽ നമ്മൾ നിൽക്കുക ഇതിങ്ങനെയല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇതല്ല ഇതിലും കൂടുതൽ മെച്ചപ്പെട്ട തെരച്ചിൽ വേണം എന്ന കുടുംബം ആവശ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ കൺസേൺ നമ്മൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താം. ഇന്നലെ ചില ഹെയ്റ്റ് ക്യാമ്പയിനുകൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നടക്കും. അത് സ്വാഭാവികമാണ്. നമ്മളതുകൊണ്ടൊരു പരിധിക്കപ്പുറം അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. കുടുംബത്തിൻ്റെ കൂടി മനസ്സിനെ ഇടിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് മുഖമില്ലാത്ത ആളുകൾ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ആ കുടുംബത്തെ കൂടി വിമർശിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ കുടുംബം അങ്ങനെയുള്ള പരാതി വളരെ വ്യക്തിപരമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ അമ്മ നടത്തിയ പത്രസമ്മേളനം വൈകാരികമായിരുന്നു. ആ വിഷയത്തിൽ ആർമിക്ക് ഒരു പരാതിയുമില്ല എന്ന് കേട്ടു. ഞാൻ ഈ വിഷയം കൃത്യമായി മേജർ അഭിഷേകിനെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ സംഘം അവരുടെ അമ്മയുടെ വികാരം ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് വ്യക്തിപരമായി അറിയിച്ചിരിക്കുന്നത്. അവർക്ക് PRO റിലീസ് ഈ വിഷയത്തിൽ പുറത്തിറക്കാൻ കഴിയില്ല. എങ്കിലും ആർമിക്കോ അല്ലെങ്കിൽ നേവിക്കോ ഒന്നും അങ്ങനെ ഒരു പരാതി ആ കുടുംബത്തെക്കുറിച്ചില്ല. ആ കുടുംബം ഇപ്പോൾ അവിടെ നടക്കുന്ന തെരച്ചിലിൽ സംതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ആ കുടുംബത്തെ ഈ ഇതിനിടയിൽ വലിച്ചിടാൻ ചിലർ നടത്തുന്ന ശ്രമം ദുരുപദിഷ്ടമാണ് എന്ന് മാത്രവുമല്ല, അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുകയും വേണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തിനെയും നിങ്ങൾ സമ്മർദ്ദത്തിലാക്കരുത്. ആ കുടുംബത്തിലെ ബന്ധപ്പെട്ട ചിലരെയെങ്കിലും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഊരും പേരും അറിയാതെ നിരവധി മനുഷ്യർ വന്നു ചേർന്നിട്ടുണ്ട്. കൂരാച്ചുണ്ടിൽ നിന്ന് വന്നവർ, ബാലുശ്ശേരിയിൽ നിന്ന് വന്നവർ, മുക്കത്ത് നിന്ന് വന്നവർ, അവർക്കൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയവും വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത മതവിശ്വാസങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണ്. പക്ഷേ അർജുൻ നമ്മുടെ സഹോദരൻ മണ്ണിനടിയിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ നാട്ടിൽ ഉറക്കം കിട്ടാതെ വന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർ ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയുമായി വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നാടു തന്നെ അർജുനൻ്റെ വീടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് ആ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ കമൻറ്റുകളോ നിങ്ങൾ ഇടരുത് എന്നൊരു അഭ്യർത്ഥന എനിക്ക് പ്രേക്ഷകരോട് വയ്ക്കാനുണ്ട്. ഇതൊന്ന്. രണ്ട്, ഇതുവരെ ഇത്തരം പ്രചരണങ്ങൾക്ക് മുഖമില്ലായിരുന്നെങ്കിൽ ഇന്നലെ കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചങ്ങാതി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറഞ്ഞു പോകണം. ആ പോസ്റ്റ് ഇട്ടത് ഈ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് റിപ്പോർട്ടർ TVയും അത് ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് എന്ന തരത്തിലുള്ളൊരു പോസ്റ്റാണ് ആ സുഹൃത്ത് ഇട്ടിരിക്കുന്നത്. ലോറി അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നെന്താണ് ഉറപ്പ്? അങ്ങനൊരു ഉറപ്പ് റിപ്പോർട്ടർ TV ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്പർ 1. നമ്പർ 2, ഒരു സിസ്റ്റത്തിൻ്റെ പരാജയം. അത് ആ പോസ്റ്റിട്ടയാൾ ചങ്ങാതി പറയുന്നത് നിങ്ങൾ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദിശ തിരിച്ചില്ലേ എന്നാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ദിശ ആരാണ് തിരിച്ചത് എന്നൊന്ന് ആലോചിക്കണം. ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, അത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കണം. അവിടെ ഞാൻ നേരിട്ട് കണ്ട ചില കാര്യങ്ങളുണ്ട്. 16-ാം തീയതി രാവിലെ 8:45 മണ്ണിനടിയിൽ കുടുങ്ങുന്ന ഈ അർജുനെ തിരികെ പിടിക്കാൻ വേണ്ടി 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി ആ സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറുവിലനക്കമുണ്ടായില്ല. 3 ഹിറ്റാച്ചികൾ മാത്രമാണ്, 4 ടോറസുകൾ മാത്രമായി ഒരു ഉദ്യോഗസ്ഥരും ഏകോപിപ്പിക്കാനില്ലാതെയാണ് പ്രവർത്തനം നടക്കുന്നത്. മംഗളവൈദ്യ അവിടെ എത്തിയെങ്കിലും തിരിച്ചുപോയി. MLA സതീഷ് സെയിൽ 14, 17, 18, 19 തീയതികളിൽ ആ സ്ഥലത്ത് അവിടെ ഉണ്ടെങ്കിലും എങ്ങനെ ഏകോപിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. അത് ജില്ലാ അതോറിറ്റിക്കും വലിയ ധാരണയുണ്ടായിരുന്നില്ല. പുതുതായിട്ട് സ്ഥലം മാറിയെത്തിയ കളക്ടർ ഈ വിവരങ്ങൾ കൃത്യമായ ആളുകളിൽ എത്തിക്കാതെ പോയ സംവിധാനം ഇതായിരുന്നു. 16, 17, 18 തീയതികളിൽ നമ്മൾ കണ്ടത്. ഈ വിഷയം റിപ്പോർട്ടർ സാനിയോയിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതും തുടർന്ന് കുടുംബത്തിൻ്റെ പരാതിയും MK രാഘവൻ MP നൽകുന്ന പരാതിയും KC വേണുഗോപാലിൻ്റെ ഇടപെടലും റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അത് ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശപരമായിരുന്നില്ല. KC വേണുഗോപാൽ തന്നെ ഈ ചർച്ചയിൽ, ഈ പരിപാടിയിൽ ആദ്യമേ വന്നിരുന്ന കുടുംബത്തിന് ഉറപ്പ് കൊടുത്തു. ആ കുടുംബവും അവിടെ എത്തി. KC വേണുഗോപാലുമായി നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് MK രാഘവൻ MP ഇടപെടുന്നു. മഞ്ചേശ്വരത്ത് നിന്ന് അഷറഫ് MLA ഇടപെടുന്നു. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം കൂടുതൽ പേർ ആ സ്ഥലം സന്ദർശിക്കുന്നു. അപ്പോൾ മുതലാണ് 16-ാം തീയതിയുള്ള മണ്ണിടിച്ചിൽ. 16 കഴിഞ്ഞു, 24 മണിക്കൂർ കഴിഞ്ഞു, 17 വീണ്ടും 48 മണിക്കൂർ കഴിഞ്ഞു, 18 16, 17, 18, 19 ഈ ദിവസങ്ങൾ കഴിയുന്നതിന് ശേഷമാണ് കുടുംബം ആർമിയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നത്. ചൊവ്വാഴ്ച ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടും ബുധനാഴ്ച മുതൽ ആർമിയെ വിളിക്കാൻ കുടുംബം ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ ഒരേ ഒരു ക്യാമ്പയിൻ മാത്രമേ നടത്തുള്ളൂ. ഇത് ജില്ലാധികാരികളുടെ കയ്യിൽ നിൽക്കാത്ത രക്ഷാപ്രവർത്തനമാണ്. ആർമി വരണം. ഈ ആവശ്യം റിപ്പോർട്ടർ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ
ഭാഗമായി ആർമിയെ വിളിക്കാൻ ഉള്ള സമ്മർദ്ദമേറി എന്നത് ശരിയാണ്, അത് നിഷേധിക്കുന്നില്ല. ജില്ലാ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനം നമ്മൾ അവിടെ കണ്ടതാണ്. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം എത്തുന്ന സമയത്ത് പോലും തിരച്ചിൽ നടക്കാത്ത കാഴ്ചയും തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഈ വീഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതൊരു കുറ്റമാണെങ്കിൽ ഈ റിപ്പോർട്ടർ ടിവിയോ ഞാനോ മാപ്പ് പറയാൻ തയ്യാറാണ്. അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം മൂടിവെച്ച് ഒരു സിസ്റ്റത്തിൻ്റെ ലാപ്സിനെ വെള്ളപൂശാൻ വേണ്ടി പ്രിയപ്പെട്ട സാമൂഹിക മാധ്യമം ഹാൻഡിൽ ചെയ്യുന്ന നേതാവെ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. അത് ആ കുടുംബത്തോട് ചെയ്യുന്ന അപരാധമാണ്. വസ്തുതകൾക്ക് നേരെ നിങ്ങൾ രാഷ്ട്രീയം കളിക്കലാണ്. എൻ്റെ ജോലി രാഷ്ട്രീയമല്ല, വസ്തുതകൾ വസ്തുതയായി പറയലാണ്. ഇനി നിങ്ങൾ എന്തെഴുതിയാലും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ണിൽ കാണുന്നത് റിപ്പോർട്ടർ സംഘം കൃത്യമായി വിദഗ്ധരുടെ അഭിപ്രായത്തെ മാനിച്ച് റിപ്പോർട്ട് ചെയ്യും. ഒരു കാര്യം കൂടി, രഞ്ജിത്ത് ദേശായിലിനെതിരെയും വലിയ രീതിയിലുള്ളൊരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാന്നിധ്യത്തിൽ ഒക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളുണ്ടാവും. പക്ഷേ ഒരു സിസ്റ്റവും രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനില്ലാതിരിക്കുമ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ ആരുടെ വാക്കുകളാണ് കേൾക്കുക? അവിടെ ആരുടെ വാക്കുകളാണ് നിങ്ങൾക്ക് സോഴ്സായി ലഭിക്കുക? നമ്മൾ സിദ്ധരാമയ്യയും മന്ത്രിയും സന്ദർശിക്കുന്നതുവരെ പുഴയിലാണ് ലോറി എന്നുള്ളൊരു ഉറപ്പ് കർണാടക സർക്കാർ നൽകിയിരുന്നു. അവിടെ സോണാർ മെഷീൻ കൊണ്ടുവന്നിരുന്നു. അവിടെ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിരുന്നു. പല ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങൾ കുടുംബത്തിനുമുണ്ട്. ആ കുടുംബത്തിൻ്റെ ആർമി വന്ന് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിച്ചു. അതിൽ ഞങ്ങൾക്കേറെ അതിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. പക്ഷേ നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നത് അവനെ ജീവനോടെ തിരികെ കിട്ടുമ്പോഴാണ്. ആ കുടുംബത്തിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവാൻ പാടില്ല എന്നൊരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരത്തിലുള്ള ഹേറ്റഡ് ക്യാമ്പയിൻ നടക്കുന്നവർക്ക് പല താല്പര്യങ്ങളാണ്. സിസ്റ്റത്തിൻ്റെ ലാബ്സ് തുറന്നു കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. എന്നിട്ട് കിടന്ന് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് ഇട്ട് നിങ്ങൾ മെഴുകരുത് എന്ന് മാത്രമേ നമുക്ക് ആ ചങ്ങാതിയോട് പറയാനുള്ളൂ. ഇത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിലെ മുഴുവൻ നേതൃത്വത്തെ മടച്ചാക്ഷേപിച്ചതല്ല. കോൺഗ്രസിലെ തന്നെ MK രാഘവൻ, ഒപ്പം ഈ വിഷയത്തിൽ ഇടപെട്ട മഞ്ചേശ്വരം MLA അഷറഫ്, സതീഷ് കൃഷ്ണസീൽ, ഇവരുടെ പ്രവർത്തനത്തെ നിരന്തരം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു എന്നതും പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാവും. ഇന്നലെ ഞാൻ സതീഷ് കൃഷ്ണസീലുമായി അരമണിക്കൂറോളം സംസാരിച്ചതും തത്സമയം കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഏതെങ്കിലും വ്യക്തികളുടെ രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിൽ അത് മടക്കി കെട്ടി സ്വന്തം മടിയിൽ വെച്ചാൽ മതി. അത് ഇങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി പറയുകയാണ്. പറയിപ്പിക്കരുത്. ഇനി അധികം കാര്യങ്ങൾ നമുക്ക് ഇതിന് ശേഷം സംസാരിക്കാം.